ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ട് ഗുഹകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് കന്യാകുമാരിക്കടുത്തുള്ള ഗുരു തപസ് ചെയ്ത മരുത്വാമല, രണ്ടാമത്തേത് അരുവിപ്പുറത്തുള്ള കൊടിതൂക്കിമല. അരുവിപ്പുറത്തെ കൊടിതൂക്കിമലയും ഗുരുവും മുരുകനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വസ്തുതകളുണ്ട്. ഗുരു മരുത്വാമലയിലെ തപസ്സിന് ശേഷമാണ് അരുവിപ്പുറത്ത് തപസ്സിന് വേണ്ടി വരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ്. ആത്മസാക്ഷാത്കാരത്തിന് ശേഷം ഗുരു അരുവിപ്പുറത്ത് എത്തുന്നത്. പക്ഷെ ഗുരുവിൻ്റെ ആ ഒരു തപശ്ചര്യ ഇവിടെയും തുടരുന്നുണ്ട്. ഈ തുടരുന്ന സന്ദർഭത്തിലാണ് കൊടിതൂക്കി മലയിലെ അവിടെ ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ പുറത്തിരുന്ന് ധ്യാനിക്കുന്ന വേളയിലാണ് ബാലമുരുകൻ ഗുരു ആയിട്ട് സംവദിക്കുന്നത്. നമ്മളുടെ ജീവചരിത്രങ്ങളിലെല്ലാം തന്നെ അത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ അദ്വൈത വേദാന്തികളായിട്ടുള്ള ആളുകൾക്ക് ചില സംശയം. അവർ വേദാന്തി എന്ന് മാത്രമേ ഉള്ളൂ, അവർ അദ്വൈതത്തെ സാക്ഷാത്കരിക്കാത്ത ഉപരിപ്ലവമായി മാത്രം പഠിച്ചിട്ടുള്ള വ്യക്തികളാണ്. സ്വാഭാവികമായിട്ടും സംശയം വരാം. അദ്വൈതിയായ ഗുരു, ആ സത്യത്തെ സാക്ഷാത്കരിച്ച ഗുരു പിന്നെ എന്തിനാണ് ഒരു ദേവതാ തലത്തിൽ മുരുകനുമായി സംസാരിച്ചത് എന്നുള്ള ന്യായമായ ഒരു സംശയം. ആ സംശയം വരാൻ കാരണം ചോദ്യകർത്താവിന് അദ്വൈതത്തിൽ ഒരു നിഷ്ഠ വന്നിട്ടില്ല. അദ്ദേഹം പഠിച്ചത് ഉപരിപ്ലവമായ രീതിയിൽ കാണുന്നു എന്ന് മാത്രം. അദ്വൈതി വേറെ ഒന്നും കാണുന്നില്ല എന്നുള്ള ധാരണയിലാണ്. അത് ശരിയാണ്. പക്ഷേ അദ്വൈത സാക്ഷാത്കാരം സിദ്ധിച്ച മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നതെല്ലാം നാമരൂപങ്ങൾ മാത്രമാണ്, ദൃശ്യം മാത്രമാണ്. ദൃശ്യവും ദൃക്കും തമ്മിലുള്ള ഉറപ്പ്, അതിൽ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട്, അഥവാ അതിൽ നിഷ്ഠയില്ലാത്തത് കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഗുരു ബാലമുരുകനുമായി എന്ത് സംസാരിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ സംസാരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഭൈരവൻ ശാന്തി സ്വാമികളാണ് അവിടേക്ക് കയറി ചെല്ലുന്നത്. ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളാണ്. അങ്ങനെ ഭൈരവൻ ശാന്തികൾ കുറച്ചു സമയം മാറി നിന്നു. ഇതിനിടയ്ക്ക് തേജസ്വിയായ ആ ബാലമുരുകൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗുരുവുമായി എന്താണ് സംസാരിച്ചത് നമുക്കറിയില്ല. ഇതേപോലെ തന്നെയാണ് മരുത്വാമലയിലെ ഒരു കുഷ്ഠരോഗിയെക്കുറിച്ച് പറയുന്ന ഭാഗത്തും. അവിടെ ശിവൻ ആണ് വന്നത് എന്ന് ഒരു കൂട്ടർ പറയുന്നു. അല്ല, അവിടെ വന്നത് അഗസ്ത്യ മഹർഷിയാണ് എന്നും പറയുന്നു. സ്വാഭാവികമായും അഗസ്ത്യ മഹർഷിയാകാനാണ് സാധ്യത എന്ന് നമ്മൾ സാഹചര്യങ്ങൾ വെച്ച്, നമ്മുടെ യുക്തികൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അഗസ്ത്യ മഹർഷിയും തപസ് ചെയ്തിരുന്നത് അരുവിപ്പുറത്ത് തപസ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ അഗസ്ത്യ മലയിൽ ഇന്ന് ധാരാളം ആളുകൾ പോകുന്ന സ്ഥലമാണ്. അവിടെയും തപസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം മഹർഷിമാരായതുകൊണ്ട് ആ തലത്തിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാകാം. എന്തായാലും അതിനുശേഷമാണ് ഗുരു അരിയപ്പുറത്തേക്ക് വരുന്നത്. മുരുകനെ ഗുരു ഇങ്ങനെ കാണുമ്പോഴും മുരുകനെക്കുറിച്ചുള്ള സ്തോത്രങ്ങൾ എഴുതുമ്പോഴൊക്കെ ഒരു ദേവതാ തലത്തിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് ആ ജ്ഞാനത്തിൻ്റെ പരമ്പൊരുളിൻ്റെ പ്രതീകമായിട്ട് തന്നെയാണ് ഗുരു കാണുന്നത്. ആത്യന്തികമായിട്ട് ചില അല്ലാത്ത കാര്യങ്ങളൊക്കെ വിശേഷണങ്ങളൊക്കെ ഗുരു കൊടുക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ജ്ഞാനക്കണ്ണാടിയെ നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിയിട വേണം എന്നൊക്കെയുള്ള ആ പ്രയോഗത്തിൽ അവിടെ ജ്ഞാനക്കണ്ണാടിയായിട്ട് ജ്ഞാനം തന്നെയായിട്ടാണ് മുരുകനെ കാണുന്നത്. അതുപോലെ മറ്റേത് ദേവതകളെയും. അപ്പം ഇവിടെ അരുവിപ്പുറത്ത് എത്തുന്ന ഭക്തജനങ്ങൾ പൊതുവെ ശിവക്ഷേത്ര ദർശനം കഴിഞ്ഞ് പെട്ടെന്ന് പോവുകയാണ് പതിവ്. പക്ഷെ കൊടിതൂക്കി മലയിലേക്ക് ഒരു 650 മീറ്റർ നടന്നു പോകണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിയില്ല. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും മുകളിലേക്ക് പോകാതെ അവർ തിരിച്ചു പോകുന്നു. അപ്പോൾ ഭക്തന്മാരായിട്ട് വരുന്നവർ അരുവിപ്പുറത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ചരിത്രവും കൂടി മനസ്സിലാക്കി അവിടെ നമ്മൾ പോയി കുറച്ചു നേരം ധ്യാനിക്കുക. നല്ല സൗകര്യങ്ങളുണ്ട്. ശാന്തമായിരിക്കുക, കുറച്ച് ജപിക്കുക. ഗുരുവിൻ്റെ കൃതികൾ, സ്തോത്രകൃതികൾ, മുരുകനെക്കുറിച്ചുള്ളതോ ആത്മോപദേശ ശതകമോ ദൈവദശകമോ ഒക്കെ ഒന്ന് പാരായണം ചെയ്യുക. ഇതൊക്കെ നമ്മൾക്ക് കൂടുതൽ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. അതിന് ഏവർക്കും സാധിക്കട്ടെ. നമസ്കാരം.